അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം നമുക്ക് വായിക്കാം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവർ അല്ലല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. യഹോവയായ ദൈവമുണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് സാത്താൻ്റെ ആദ്യ ചോദ്യം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നമുക്ക് കേൾക്കുവാൻ കഴിയും. നാം അതിന് ഉത്തരം കൊടുക്കുവാൻ തുടങ്ങിയാൽ സാത്താൻ്റെ ചൂണ്ടക്കുളത്തിൽ നാം വീഴും എന്ന് ഓർത്തുകൊള്ളണം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ യഹോവ കായീനോട് പറയുകയാണ്, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. ഈ വാക്യത്തിൽ ദൈവം കായീനോട് പറയുന്ന ഒരു വാക്ക് നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ എന്നാണ്. ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം നയിച്ചാൽ നന്മ ചെയ്യുന്നവൻ എന്നാണ് അങ്ങനെയുള്ള വ്യക്തികളെ നോക്കി കർത്താവ് പറയുന്നത്. നീതിയും ന്യായവും പ്രവർത്തിക്കുന്നത് നന്മയാണെന്ന് പറയാം. നീതിയും ന്യായവും പ്രവർത്തിക്കുന്നത് യഹോവയ്ക്ക് ഹനനയാഗത്തെക്കാളും ഇഷ്ടമാണ് എന്ന് സദൃശവാക്യങ്ങൾ 21-ാം അധ്യായം 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അവരുടെ ഹൃദയത്തിൽ യേശു വസിക്കും. യേശു വസിക്കുന്ന ഹൃദയത്തിന് മുമ്പിൽ സാത്താൻ കിടക്കുവാൻ സാധ്യതയില്ല. അല്പം ദൂരെ മാറി കിടന്നേക്കാം. എന്നാൽ കൂടെ പാപം ചെയ്യുവാൻ താല്പര്യമുള്ള വ്യക്തികളുടെ ഹൃദയവാതിലിന് മുമ്പിൽ സാത്താൻ കിടക്കും. എന്ത് തന്നെയായാലും നാം അതിനെ കീഴടക്കണം. നാം സാത്താനെ കീഴടക്കില്ല എങ്കിൽ, നാം പാപത്തെ കീഴടക്കില്ല എങ്കിൽ പാപം നമ്മെ കീഴടക്കും, അഥവാ സാത്താൻ നമ്മെ കീഴടക്കും. ദൈവത്തിൻ്റെ വാക്കിന് ഹവ്വ പ്രാധാന്യം കൊടുത്തില്ല, സർപ്പത്തിൻ്റെ വാക്കിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് സർപ്പം ഹവ്വയെ ഭരിക്കുവാൻ തുടങ്ങി. തന്നെ ഭരിക്കുവാൻ സാത്താൻ്റെ ഉപദേശം അനുസരിച്ച ആദ്യ വ്യക്തിയാണ് ഹവ്വ. രണ്ടാമത്തെ വ്യക്തിയാണ് കർത്താവിൻ്റെ വചനപ്രകാരം പാപമാകുന്ന സാത്താനെ കീഴടക്കാതിരുന്ന കായീൻ. കായീനെ സാത്താൻ കീഴടക്കി, തൻ്റെ സ്വന്തം സഹോദരനെ കൊല്ലിച്ചു. ഓർക്കുക, നാം എപ്പോഴെല്ലാം സാത്താൻ്റെ മുമ്പിൽ തോറ്റിട്ടുണ്ടോ അപ്പോഴെല്ലാം വേദനാജനകമായ ഒരു പ്രവൃത്തി സാത്താൻ നമ്മെ കൊണ്ട് ചെയ്യിച്ചിരിക്കും. അത് ദൈവം വെറുക്കുന്ന പാപമായിരിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ ശത്രുവാണ് സാത്താൻ. ദൈവം നമ്മുടെ പിതാവാകയാൽ സാത്താൻ നമ്മുടെ ശത്രുവായി തീർന്നു. നാം ദൈവത്തോട് ചേർന്ന് ദൈവത്തെ അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ നമുക്ക് സാത്താൻ്റെ തന്ത്രങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അനേകം വ്യക്തികളെ സാത്താൻ കെണിയിൽപ്പെടുത്തിയിട്ടുണ്ട്. സർപ്പം ഹവ്വായെ ഉപായത്താലാണ് ചതിച്ചത്. നമ്മെയും ഉപായത്താലാണ് ചതിക്കുന്നത്. യേശുവിൻ്റെ ദൗത്യത്തിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കുവാനായി സാത്താൻ പത്രോസിൽ കൂടി വെളിപ്പെട്ടപ്പോൾ യേശു പത്രോസിലെ സാത്താനോട് എന്നെ വിട്ടു പോകൂ എന്ന് കൽപ്പിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 23-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓർക്കുക, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാണെന്ന് 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സാത്താൻ ശ്രമിക്കുന്നത് നമ്മെ അവൻ്റെ സന്തതിയാക്കുവാനാണ്. അവൻ്റെ സന്തതിയായി തീർന്നാൽ ഗന്ധകം കത്തുന്ന തീ പൊയ്കയായിരിക്കും നമ്മുടെ ഓഹരി. നമ്മെ നേരിട്ട് തോൽപ്പിക്കുവാൻ കഴിയാതെ വരുമ്പോൾ നമ്മെ തോൽപ്പിക്കുവാൻ ദൈവത്തോട് അനുവാദം ചോദിക്കുന്ന ഒരു പതിവ് സാത്താനുണ്ട്. അതിനുദാഹരണമാണ് യോബിനെ നശിപ്പിക്കുവാൻ ദൈവത്തോട് അനുവാദം ചോദിച്ചതും പത്രോസിനെ കോതമ്പ് പോലെ പാറ്റിക്കളയുവാൻ യേശുവിനോട് അനുവാദം ചോദിച്ചതും. യോബിനെതിരെ സാത്താൻ പറയുന്നത് ഇപ്രകാരമാണ്: തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്റെ മുഖത്തു നോക്കി ത്യജിച്ച് പറയും എന്ന് ഉത്തരം പറഞ്ഞു. യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യമാണ് നാം കേട്ടത്. സാത്താൻ ദൈവത്തോട് നമ്മെക്കുറിച്ച് ഇപ്രകാരം പറയാറുള്ളത് കൊണ്ടാണ് കർത്തൃപ്രാർത്ഥനയിൽ യേശു ഒരു വാക്ക് കൂട്ടിച്ചേർത്തത്: പരീക്ഷയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് എന്ന പ്രാർത്ഥനയാണത്. പത്രോസിനെ അവൻ പാറ്റിക്കളയുവാൻ യേശുവിനോട് അനുവാദം ചോദിച്ചുവെന്ന് യേശു തന്നെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നുണ പറഞ്ഞ് സാത്താൻ നമ്മെ പറ്റിക്കും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ സാത്താൻ ഹവ്വയോട് പറയുകയാണ്, നന്മ തിന്മകളെ
നന്മത്തിന്മകളെക്കുറിച്ച് അറിവ് തരുന്ന തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷഫലം തിന്നാൽ നിങ്ങൾ മരിക്കുകയില്ല എന്ന്. നമ്മെ മാത്രമല്ല, യേശുവിനെയും സാത്താൻ വഞ്ചിക്കുവാൻ നുണ പറഞ്ഞിട്ടുണ്ട്. സാത്താൻ യേശുവിനോട് പറയുകയാണ്, നീ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക, നിന്നെ കാപ്പാൻ അവൻ തൻ്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 10-11 വാക്യങ്ങളാണ് നാം കേട്ടത്. സത്യത്തിൽ 91-ാം സങ്കീർത്തനം 12-ാം വാക്യം തന്നെയാണ് സാത്താൻ യേശുവിനോട് പറഞ്ഞത്. എന്നാൽ ചാടുന്നവൻ്റെ കാൽ കല്ലിൽ തട്ടുകയില്ല, നടക്കുന്നവൻ്റെ കാല് കല്ലിൽ തട്ടുകയുള്ളൂ. ചാടുന്നവൻ്റെ തലയായിരിക്കും ആദ്യം തറയിൽ അടിക്കുക. ദൈവം എന്താണോ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ തെറ്റായ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് ജനത്തെ പറ്റിക്കുന്ന തന്ത്രമാണ് സാത്താൻ്റേത്. നാം സൂക്ഷ്മതയോടെ ദൈവവചനം വായിച്ചു പഠിച്ച് അതിന് പ്രകാരം ജീവിച്ചാൽ മാത്രമേ ദൈവാത്മാവിനെ നമുക്ക് ലഭിക്കുകയുള്ളൂ. ദൈവാത്മാവ് നമ്മിൽ വന്നാലേ നടക്കേണ്ട കൃത്യമായ പാത അവൻ നമുക്ക് പറഞ്ഞു തരികയുള്ളൂ. അവൻ വഴി പറഞ്ഞു തരുമ്പോൾ നാം അലക്ഷ്യമായി മുന്നോട്ട് പോയാൽ നാമും സാത്താൻ്റെ കെണിയിൽ പെടുകയും സാത്താൻ നമ്മെ തോൽപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് 1 പത്രോസ് 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത് പോലെ നമുക്ക് നിർമ്മതരായിരിക്കാം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമുക്ക് ഇന്ദ്രിയ ജയം ഉള്ളവരായി ജീവിക്കാം, ഉണർന്നിരിക്കാം. സാത്താൻ നമ്മെ തോൽപ്പിച്ചാൽ നിശ്ചയമായും അവൻ നമ്മെക്കൊണ്ട് പാപം ചെയ്യിക്കും. നാം പാപം ചെയ്താൽ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 33-ാം വാക്യത്തിൽ യഹോവ മോശയോട് പറഞ്ഞതുപോലെ യഹോവയുടെ പുസ്തകത്തിൽ നിന്ന് അഥവാ ജീവപുസ്തകത്തിൽ നിന്നും നമ്മുടെ പേർ യഹോവ മായ്ച്ചു കളയും. എന്നോട് പാപം ചെയ്യുന്നവരുടെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയും എന്നാണ് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 33-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹോവയുടെ പുസ്തകത്തിൽ നിന്നും പാപം ചെയ്യുക വഴി നമ്മുടെ പേര് മായ്ച്ചു കളഞ്ഞാൽ സാത്താനോടൊപ്പം നമ്മെയും സാത്താൻ്റെ ദൂതന്മാർ എന്ന ശാപ പദവി തന്ന് തീപ്പൊയ്കയിൽ തള്ളിയിടും. എന്നാൽ നാം സാത്താൻ്റെ തന്ത്രങ്ങളെ ഗ്രഹിച്ച് അവരുടെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് സാത്താനെയും പാപത്തെയും ജയിച്ചാൽ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ യേശു നമ്മോട് ചെയ്യും. ഉടുപ്പ് മലിനമാകാതെ വിശുദ്ധി സൂക്ഷിക്കുന്ന കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും. ദൈവാത്മാവാണ് ഈ കാര്യങ്ങൾ നമ്മോട് സംസാരിക്കുന്നത് എന്ന് നാം ഓർക്കണം. ആകയാൽ സാത്താൻ്റെ മുമ്പിൽ പാപം ചെയ്ത് തോറ്റുകൊണ്ട് നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ നിന്നും മാറ്റപ്പെടുവാനും സാത്താനോടൊപ്പം ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ വീഴുവാനും ഇടവരാതിരിക്കേണ്ടതിന് സാത്താനെ നമുക്ക് തോൽപ്പിക്കാം. നമുക്ക് ദൈവാത്മശക്തിയാൽ പാപത്തെ കീഴടക്കാം. കർത്താവ് അതിനെ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെപ്പോലെ തിളങ്ങുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പാപത്തെ വെറുത്ത് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പാപം ചെയ്യാതെ ജീവിപ്പാൻ നല്ലൊരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ. സഹോദര സ്നേഹത്താൽ ഞങ്ങളെ വളർത്തണമേ. ദൈവസ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മ ശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.